അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോൾ അതിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ഇത് പാരായണം ചെയ്യുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളും വിശ്വാസികൾ ഒരിക്കൽ ഒരുമിച്ച് കൂടുന്ന മഹാരീതിയിൽ അല്ലാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഗാഷിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാഷിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. എന്തിനാണ് ഈ ജീവിതത്തിന്റെ ജനനമൃതികളുടെ ഇടകളിലൂടെ നടന്നു പോകുന്ന ജീവിതത്തിൽ ഒരു തുച്ഛമായ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ തരികയും ആ ആയുസിന്റെ ഉള്ളിൽ പരമാവധി നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോ എല്ലാ വെള്ളിയാഴ്ചകളിലും ഭൗതികമായ ജീവിതത്തിന്റെ നാട്യനടലുകളിലൂടെ നടന്നു പോകുന്ന മനുഷ്യനോട് ആ ഒരാഴ്ചകൾക്കുള്ളിൽ അവൻ ധാരാളം പ്രവർത്തനങ്ങൾ അവന്റെ വാക്കുകൊണ്ടും അവന്റെ കൈകൊണ്ടും ഹൃദയം കൊണ്ടും ധാരാളം പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുമ്പോ അല്ലാഹു അവരോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനെ അഭിസംബോധന ചെയ്തിട്ടാണ് ചോദിക്കുന്നത്, നബിയേ ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ആ വരാനിരിക്കുന്ന മഹാസംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയെത്തിയോ നബിയേ? ഇനി വരാനിരിക്കുന്ന, ഇനി നമ്മൾ കാണാനിരിക്കുന്ന, നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു മഹാസംഭവം വരാനിരിക്കുന്നുണ്ട്. ആ വരാനിരിക്കുന്ന മഹാസംഭവത്തെ കുറിച്ചുള്ള വൃത്താന്തം അങ്ങേക്ക് വന്നിട്ടില്ലയോ? ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ആ മഹാസംഭവത്തിന്റെ പൊരുളുകൾ അറിയുന്നില്ലയോ സഹോദര? വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിക്കാൻ വേണ്ടി, പവിത്രമായ ജുമുഅക്ക് വേണ്ടി പള്ളിയിലെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം നമ്മുടെ മുമ്പിൽ നിന്ന്, അത് മണപ്പള്ളി ജുമുഅ മസ്ജിദിലാവട്ടെ, ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജുമുഅകളിലാകട്ടെ, രാഷ്ട്രീയ തലങ്ങളിലും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ജനീവയിലും സുഡാനിലും എന്നു വേണ്ട ലോകത്ത് ആദ്യമായി പത്രം വായിക്കുന്ന ഫിജി എന്ന കരീബിയൻ രാഷ്ട്രത്തിൽ പോലും ഏത് ഭാഷ സംസാരിക്കുന്ന ഇമാമാവട്ടെ, അയാൾ മലയാളം പറയുന്നവനാവട്ടെ, തമിഴ് പറയുന്നവനാവട്ടെ, ഹിന്ദി പറയുന്നവനാവട്ടെ, അങ്ങകലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിലെ ഇംഗ്ലീഷോ ഫ്രഞ്ചോ എന്ന് വേണ്ട ഏത് ഭാഷകൾ സംസാരിക്കുന്ന ഇമാമാണെങ്കിലും ആ ഇമാമെല്ലാം ഒരേ ഭാഷയിൽ, ഒരേ സ്വരത്തിൽ, അറബി ഭാഷയിൽ ഒരേ സ്വരത്തിൽ, ഒരേ നിയമത്തിൽ അവര് പാരായണം ചെയ്യുന്ന ഒരു മുന്നറിയിപ്പ് ഏതെന്നറിയോ? ഭൗതികമായ ജീവിതത്തിന്റെ ഈ കിടമത്സരങ്ങളുടെ ഇടയിലൂടെ എന്തൊക്കെയോ മിഥ്യാധാരണകളിൽ ചീറിപ്പാഞ്ഞു പോകുന്ന മനുഷ്യനോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഈ കണ്ടതൊന്നും സംഭവങ്ങളല്ല, ഇന്ന് നടന്നതോ ഇനി നടക്കാനിരിക്കുന്നതോ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതോ അതൊന്നും ഒരു മഹാസംഭവമാണെന്ന് നിങ്ങൾ വിലയിരുത്തണ്ട. വരാനിരിക്കുന്ന ഏറ്റവും വലിയ മഹാസംഭവം ഏതെന്നറിയോ? അത് ശാസ്ത്രം പറയുന്നത് പോലെ നമ്മളെല്ലാവരും നിസ്സാരമായി കിടന്നുന്ന ഒരു തുള്ളി ജലത്തിന് വേണ്ടി വരുന്ന മൂന്നാം ലോക മഹായുദ്ധമല്ല. സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ വന്നിട്ട് വരുന്ന സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ 1000 ആണ്ട് വർഷങ്ങൾ ഒരിക്കലെങ്ങാനും പിറവിയെടുക്കുമെന്ന് പറയുന്ന ഉൽക്കകളുടെ വരവോ, അതല്ലെങ്കിൽ ബഹിരാകാശ ലോകത്തേക്ക് പോകുന്ന ഇലോൺ മസ്കിന്റെ ഭൗതിക വാഹനത്തെ കുറിച്ചുള്ള ചർച്ചയോ, മനുഷ്യന്റെ എല്ലാ രഹസ്യങ്ങളും ഒരു നഖത്തിന്റെ 4 വലിപ്പമില്ലാത്ത ചിപ്പിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച് 1000 കണ്ടുപിടുത്തങ്ങളുമായി മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോ വരാനിരിക്കുന്ന മഹാസംഭവങ്ങളുടെ മുമ്പിൽ അത്ഭുതത്തോടെ നിൽക്കുന്ന 2030 അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. 2050 ആകാശത്തിലൂടെ പറന്നു പോകുന്ന കാറുകൾ വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ വരാനിരിക്കുന്ന മഹാസംഭവത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വാചാലരാകുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് നമ്മളോട് ഓതി പറയുകയാണ്, അതൊന്നും ഒരു സംഭവമല്ല, അതൊന്നും ഒരു അത്ഭുതമല്ല, അതൊന്നും പ്രതീക്ഷിക്കേണ്ട കാത്തിരിപ്പല്ല. പിന്നെയോ മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മഹാസംഭവം ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ആ വരാനിരിക്കുന്ന
മഹാസംഭവത്തിന്റെ വിവരം അങ്ങയുടെ മുമ്പിലെത്തിയോ നബിയേ? ഏതാ വരാനിരിക്കുന്ന മഹാസംഭവം ഏതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, വുജൂഹു യൗമൈദിൻ ഖാശിആ, വുജൂഹു യൗമൈദിൻ ഖാശിആ. അന്നത്തെ ദിവസമാണ് മുഖം വല്ലാതെ പേടിച്ചു പരിഭ്രാന്തരായി, ഹൃദയം കിടുകിടാ വിറച്ച്, കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ട്, കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ നിസ്സഹായനായി. ആമിലത്തുൻ നാസിബാ വുജൂഹു യൗമൈദിൻ ഖാശിആ. അന്നത്തെ ദിവസം പേടിച്ചു വരച്ചു പരിഭ്രാന്തനായി ആ മനുഷ്യന്റെ മുഖത്തുള്ള സൗന്ദര്യവും സൗരഭ്യവും സൗമ്യതയും നഷ്ടപ്പെട്ട് അവന്റെ മുഖത്ത് പേടിയുടെ അടയാളങ്ങൾ വന്ന് പേടിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് നബിയേ. ആ ദിവസമാണ് മഹാസംഭവമാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ദിവസത്തിന്റെ ഭയാനതയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ഈ ഭൂമി കിടുകിടാ വിറക്കുന്ന ദിവസം, പൊട്ടിപ്പിളർന്ന് താഴെ വീടുന്ന ദിവസം, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമത്രേ, ആകാശം പൊട്ടിപ്പിളരുമത്രേ, ജന്തുജാലങ്ങൾ ചത്തു മലക്കുമത്രേ, ഈ ഭൂമി മുഴുവനും തവളം തവളമായി പൊട്ടിവിറക്കുമത്രേ. ആ ദിവസത്തെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്. യൗമൈദിൻ യത്തബിഊന ദാഇയ ലാ ഇവദ ലാ വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ വയദറുഹാ കാൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംദാ വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസഫാ. ഈ ഭൂമി മുഴുവനും പ്രപഞ്ചം തകർന്ന് തരിപ്പണമായി ഏകനായ പടച്ചവന്റെ മുമ്പിലേക്ക് നിന്നെ ഹാജരാക്കുന്ന ദിവസം. ആ ദിവസമാണ് നീ പേടിച്ചരണ്ട് നിൽക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. ആ മഹാസംഭവം ഏതാണ്? ആ മഹാസംഭവമാണ് ഹൽ അതാക ഹദീസുൽ ആശിയ. ഹബീബായ നബി തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാരും ഉറക്കെ പറയും, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ, കഅബേ ക ബദറുദ്ദുജാ നബി മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിന്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ശുദ്ധിയാക്കാം. ആ മദീനയുടെ ഹബീബാണ് നമ്മുടെ ചാരത്തേക്ക് പോ കടന്നു വരേണ്ടത്. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുഗ്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുഗ്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. ക്ഷമിപ്പിൻ, ക്ഷമിപ്പിൻ, ക്ഷമാശീലനാണെത്രയും ശക്തനെന്നോദിയ വേദപാരംഗത. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടഞ്ഞും തർക്കിച്ചും പരിഹസിച്ചും പരസ്പരം പോരടിച്ച് നടന്ന ഔസിനെയും ഖദറജിനെയും ഇസ്ലാം എന്ന ഒരൊറ്റ പാശത്തിൽ ഒന്നിച്ചാക്കിയ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഹബീബിന്റെ പാഠങ്ങളിലൂടെയും പാദങ്ങളിലൂടെയും നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഹബീബായ
നബി തങ്ങളുടെ വഴിയാണ് നമ്മുടെ വഴി. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചപ്പോൾ അബൂജഹൽ ഉത്തരം കൊടുത്തില്ല, അബൂലഹബ് ഉത്തരം കൊടുത്തില്ല. കാരണം അത് അവരുടെ അഹങ്കാരം അതിനെ സമ്മതിച്ചില്ല. പക്ഷേ വഴിയിലൂടെ നടന്നു പോകുന്ന മിണ്ടാപ്രാണി, വിവേകമില്ലാത്ത, പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത മിണ്ടാപ്രാണി അമാൻപേടെ ഹബീബിന്റെ വിളിക്കുത്തരം കൊടുത്തു. കല്ലുകളെ ഹബീബിന്റെ വിളിക്കുത്തരം കൊടുത്തു. കല്ലിനേക്കാൾ വലിയ മനസ്സുള്ള മനുഷ്യന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. മാൻപേടെ ഉത്തരം കൊടുത്തു അത്രേ. മനുഷ്യൻ കൊടുത്തില്ല. അബൂലഹബ് ഹബീബിന്റെ അയൽപക്കക്കാരനാണ്, അബൂജഹൽ അയൽപക്കക്കാരനാണ്. പക്ഷെ ഉത്തരം കൊടുത്തില്ല. പക്ഷേ മാൻപേടെ ഉത്തരം കൊടുത്തു അത്രേ. സാഹിബുല്ലബിയതി ഹേതാ തർജിഉ ലിമനി ഇസ്താദ സരിആ ലിമാനുൻ നബി വാഫത് അലൈഹി സലാം ലാമീനു ലബിയതി ഹേതാ തർജിഉ ലിമനി ഇസ്താദ സരിആ ലിമാനുൻ നബി വാഫത് അലൈഹി സലാം. ഹബീബായ നബിയുടെ വിളിക്കുന്ന ഉത്തരം കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഓ നബിയേ ഹല്ലതാക ഹദീസുൽ ഗാശിയ, അങ്ങേക്കാ മഹാസംഭവത്തിന്റെ വൃത്തമെത്തിയില്ലയോ നബിയേ? ഈ ആയത്ത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തൊടുകയിട്ട് ഹബീബായ നബി പറഞ്ഞു അത്രേ, അതേ കദ അത്താനി റബ്ബി, കദ അത്താനി റബ്ബി, അതേ എന്നെ അല്ലാഹു പറഞ്ഞ വിവരം എനിക്കെത്തി എന്ന് പറഞ്ഞ് പിന്നീടുള്ള 3 രാത്രികളിൽ ഹബീബായ നബി തങ്ങൾ ഈ ആയത്തോത്തിട്ട് പൊട്ടിക്കരയുമായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. അല്ലാഹു നമ്മളെ ആ വഴിയിലേക്ക് എത്തിച്ചു തരട്ടെ. നമുക്ക് പടച്ചോനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് എന്റെ റബ്ബിനോട് സംസാരിക്കണം. എന്ത് ചെയ്യണം? നിസ്കരിച്ചാൽ മതി. അടിമയും ഉടമയും തമ്മിലുള്ള മേറാജാണത്. പടച്ചോൻ എന്റെ റബ്ബ് എന്നോട് സംസാരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? ഖുർആൻ മതി. നമ്മളോട് എന്തൊക്കെ പറയാനുണ്ടോ പടച്ചോൻ പറഞ്ഞതാണ്. അതാണ് ഖുർആൻ. എന്റെ റബ്ബിന് എന്നോട് എന്തൊക്കെ പറയാനുണ്ട്, എന്റെ വ്യക്തി ജീവിതം, എന്റെ സാമ്പത്തിക ജീവിതം, എന്റെ കുടുംബ ജീവിതം, എന്തൊക്കെ പറയാനുണ്ടോ പറഞ്ഞതാണ് ഖുർആൻ. ഖുർആൻ ഓതിയാൽ യാ ഇബാദി, എന്റെ അടിമേ എന്നാരെ വിളിക്കണേ? അഹമ്മദ് കബീറിനെ. നിങ്ങളെ യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോൾ ആരാണത്? നമ്മൾ ഓരോരുത്തരും അതിലുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുകയും ഒരു കെട്ട കാലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് ബാക്കവിയുടെ വാതിൽ കഴിഞ്ഞു പോകുമ്പോ ഇനി അടുത്ത വെള്ളിയാഴ്ച ആയത്ത് വെക്കുമ്പോ ഇതെല്ലാം എന്ത് ചെയ്യും? ഓർമ്മ വരും. പകലറാഹത്തായി അടുത്ത വെള്ളിയാഴ്ച നമുക്കിത് ഓർമ്മ വരണം. ഇതൊക്കെയാണ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് ഓർമ്മ വരണം. ആ സമയത്ത് ആ മഹാസംഭവം നമുക്കാർക്കും യാതൊരുവിധ സ്വാധീനവും ഇല്ല. ആരെയും സ്വാധീനിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനും നമ്മുടെ സഹായത്തിനില്ല. ഒരാൾ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു കാലം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരാളുമില്ലാത്ത ഒരു സമയമുണ്ട്. മനുഷ്യന്റെ ബോധ്യം അവിടെയാണ്. ആ ബോധ്യമില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ നല്ലവനാവാൻ പറ്റില്ല. ഭൂമിയിൽ നല്ലവനാകാൻ, നന്മയോടെ ജീവിക്കാൻ, സത്യത്തോടെ ജീവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസം പരലോകത്തിന്റെ വിശ്വാസമാണ്. ഞാൻ ഒരിക്കൽ അവസാനിക്കും, മഹ്ശറിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കും എന്ന ഒരു ബോധ്യമാണ് കാട്ടാളനായ ഖത്താബിന്റെ മകൻ ഉമറിനെ ഉമർ റളിയല്ലാഹു അൻഹു ആക്കിയത്. ആ ബോധ്യം ഇല്ലാത്തടത്തോളം പിന്നെ ആരോടെന്ത് വാള് പറഞ്ഞിട്ടെന്ത് കാര്യം? ചാത്തപ്പൻ എന്ത് മഹ്ശറാന്ന് ചോദിച്ച മാതിരി. ചാത്തപ്പൻ എന്ത് മഹ്ശർ? പടച്ചോനെ പേടിയുണ്ട്, പരലോകത്തെ പേടിയുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് ബോധ്യമുണ്ട്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും, ഞാനും നിങ്ങൾ പഠിക്കരുത്, എന്നോട് നിങ്ങളോടുള്ള വാളാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ തെറ്റേത് ശരിയേത്, സത്യമേത് അസത്യമേത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യം നമ്മുടെ നേരെ വരുന്ന എപ്പോഴാണ്?
ഈ ദുനിയാവിൽ ആർക്കും ജയിക്കാം, ആർക്കും തോക്കാം. പക്ഷെ ജയവും തോൽവിയും നിർണായകമാകുന്നത് എവിടെയാണ്? ജയവും തോൽവിയും നിർണായകമാകുന്ന എവിടെയാ? ഇവിടെ ആർക്കും ജയിക്കാം, ആർക്കും തോൽക്കാം, ഒരു പ്രശ്നമില്ല. ആരെയും വിലക്കെടുക്കാതിരിക്കാം. പക്ഷെ തോൽവി നിർണായകമാകുന്നത് എപ്പോഴാണ്? നീ തോറ്റു. എന്നാൽ നാളെ പരലോകത്ത് തോറ്റുപോയവന് കത്തിക്കാളുന്ന നരകമാണ് പ്രതിഫലം. ഇനി ഒരാളോട് പറയാണ് നീ ഇവിടെ ജയിച്ചു കേട്ടോ. എന്നാൽ അവിടെ ജയിച്ചവൻ അല്ലാഹു കാലാകാല സ്വർഗമാണ് നൽകുക. ഈ ദുനിയാവിലെ ജയപരാജയങ്ങൾക്ക് പടച്ചവൻ പ്രതിഫലം നിശ്ചയിച്ചിട്ടില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, നാളെ നിങ്ങളുടെ മുഖം പരിഭ്രാന്തമാകും. പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. നിങ്ങൾ ചെയ്തതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാത്ത, ഒരാളെയും നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയാത്തൊരു ദിവസം വരാനുണ്ട്. അന്ന് നിങ്ങളുടെ പണത്തിന്റെ സ്വാധീനം വില പോവുകയില്ല, അധികാര സ്വാധീനം വില പോവുകയില്ല. സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത ജഡ്ജിയും സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത സാക്ഷിയും സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത തിരുത്തപ്പെടാത്ത കുറ്റപത്രങ്ങളും FIR-ഉം അടക്കം എല്ലാം പടച്ചവന്റെ മുമ്പിൽ ഭദ്രമായി ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ. ആ ദിവസം നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാൾ നിങ്ങളുടെ മുമ്പിലില്ലാത്ത ദിവസം. ആ സമയത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാരാ? യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി വസാഹിബതിഹി വഅഖീ വഫസീലതിഹി التي تؤوي ومن في الأرض جميعا ثم ينجي. ആ കവി ഓതുന്നതൊന്നും ആരെയും ഒരാളെയോ ഒരു വിഭാഗത്തെയോ രക്ഷപ്പെടുത്തിയിട്ടല്ല. ഞാൻ ഈ ഓതുന്നതെല്ലാം വിശുദ്ധ ഖുർആനാണ്. ഇത് ഖുർആന്റെ ആയത്തുകളാണ്. നാളെ പരലോകത്തെ പടച്ചവന്റെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം പടച്ചവന്റെ കോടതിയുടെ പ്രത്യേകത എന്താ? ആ പടച്ചവന്റെ കോടതിയുടെ പ്രത്യേകത എന്താ? പടച്ചോന്റെ കോടതിയുടെ പ്രത്യേകത എന്താ? പടച്ചോന്റെ കോടതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്വാധീനത്തിന് അത് വഴങ്ങൂല. ജഡ്ജിയെ സ്വാധീനിക്കാൻ പറ്റില്ല. കാരണം ആ കോടതിയിലെ ജഡ്ജിയെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് ഖുർആനിൽ. എന്താണ്? വല്ലാഹു അസീസുൻ ദുന്തിഖാം. നിന്റെ രക്ഷിതാവ് മാന്യനാണ്. ദുന്തിഖാം, മുഖം നോക്കാതെ ശിക്ഷണ നടപടി എടുക്കുന്നവനാണ്. ദുന്തിഖാം, മുഖത്ത് നോക്കൂല. വാക്കവിയാണോ, തങ്ങളാണോ, പ്രഭാഷകനാണോ, മുതലാളിയാണോ, പാവപ്പെട്ടവനാണോ, ഒരു പരിഗണനയും ആ ജഡ്ജിയുടെ മുമ്പിൽ സാധ്യമല്ല. വല്ലാഹു അസീസുൻ ദുന്തിഖാം. പെങ്ങളെ സൗന്ദര്യ മാനദണ്ഡമാവില്ല. ആരുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഫാത്തിമ പൊന്നുമോളെ ഫാത്തിമ. അതുകൊണ്ടാണ് മദീനയിൽ ലോകത്തിന്റെ നായകൻ തന്റെ കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, പൊന്നുമോളെ ഫാത്തിമ, നീ ഉപ്പാന്റെ കരളിന്റെ കഷണമാ. ഉപ്പാന്റെ വരളിൽ പിടിച്ചു നടന്ന പൊന്നുമോളാണ് നീ. അഹ്ലു ബൈത്തിന്റെ ഉമ്മയാണ്. പക്ഷേ നാളെ പരലോകത്ത് മുഹമ്മദിന് നിന്നെ സഹായിക്കാൻ കഴിയില്ലെന്ന് സ്വന്തം മകളോട് പോലും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കാരണം ഞാൻ ഇന്നാളാണ്, എന്റെ മേൽവിലാസം ഇതാണ്, ഞാൻ 10-35 വർഷം വയലു പറഞ്ഞ ആളാ, ഖുർആൻ പാഠമാക്കിയ ഹാഫിളാ. ഒന്നുമില്ല സഹോദര, ഒരു മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ജഡ്ജിയാണ് പരലോകത്തിന്റെ ജഡ്ജി. ഖുർആൻ പറയണ പ്രസംഗേ നിങ്ങൾ വേറെ ഒന്നുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അല്ലാഹു, ഞാൻ ഇത് ഖുർആനാണ്. ഈ ഖുർആൻ പറയുമ്പോൾ ചിലപ്പോൾ ഞാനാണോ എന്ന് തോന്നുന്നു, നീയാണോ എന്ന് തോന്നുന്നു.
അതിനകത്ത് നിങ്ങൾ വിചാരിക്കരുത് അല്ലാഹ് ഇത് ഉസ്താദ് പറയണ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നു എന്ന് ചോദിക്കരുത്. ഇതിനകത്ത് എന്തുണ്ട്? ഇത് ഖുർആനാണ്. ഖുർആൻ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ കാലത്തും. വഫി അംഫുസിക്കും അഫലാ, എന്താ ഖുർആന്റെ പ്രത്യേകത? വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ ഖുർആനിൽ നോക്കിയാൽ ആകാശം കാണാം, ഭൂമി കാണാം, രഹസ്യം കാണാം, മെഡിക്കൽ സയൻസ് കാണാം, ആസ്ട്രോണമി കാണാം, ബയോളജി കാണാം. വഫി അംഫുസിക്കും നിന്നെയും കാണാം. വഫി അംഫുസിക്കും മനസ്സിലായില്ല? നിന്നെയും കാണാം. ഒരു കണ്ണാടിയാണത്. തുറന്നു നോക്കിയാൽ അത് നമ്മുടെ കണ്ണാടിയാണ്. ആ കണ്ണാടിയെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിശുദ്ധമായ ഖുർആനിന്റെ തണലിലൂടെ അല്ലാഹു നടത്തി തരട്ടെ. ആ ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിയില്ല. വല്ലാഹു അസീസുൻ ദുൻതിഖാം. മുഖം നോക്കൂല, പറ്റില്ല എന്ന് മാത്രമല്ല, ആ കോടതിയുടെ പ്രത്യേകത അത്ര പെട്ടെന്ന് അങ്ങ് അവധിക്ക് മാറ്റിവെക്കലുമില്ല. പടച്ചോന്റെ കോടതി ഈ കേസ് അടുത്ത അവധിയിലേക്ക് മാറ്റിവെച്ച് 12-ാം തീയതി വന്നാൽ മതി, അല്ലെങ്കിൽ ഈ സാക്ഷി ഹാജരായില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഇന്നല്ലാഹ, പടച്ചോന്റെ കോടതി, ലോകത്തിലെ അല്ലാഹുവിന്റെ കോടതി, ആ കോടതിക്ക് കേസ് അവധിക്ക് വെക്കലില്ല, വേറെ ഒരു പ്രതിയിലേക്ക് മാറ്റലില്ല. ലോകത്തിലെ ഏറ്റവും അതിവേഗ കോടതി പടച്ചവന്റെ കോടതിയാണ്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. എന്റെ പടച്ചവൻ സരീഉൽ ഹിസാബ്, പെട്ടെന്ന് വിധി പ്രഖ്യാപിക്കുന്നവനാണ്. വാദവും കഴിഞ്ഞു, സാക്ഷിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സരീഉൽ ഹിസാബ്. അല്ലാഹുവിന്റെ കോടതി ഏറ്റവും അതിവേഗ കോടതി, ഫാസ്റ്റ് ട്രാക്ക് കോടതി നമ്മൾ കേട്ടിട്ടില്ലേ ദുനിയാവില്? ഇതൊക്കെ ഖുർആന്റെ കോടതിയാണ്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. നിന്റെ പടച്ചവൻ കോടതി അതിവേഗ കോടതിയാണ്. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് ഒരു കേസിന് 2 സാക്ഷി മതി. ഇപ്പൊ തന്നെ നമ്മുടെ ചുറ്റും തന്നെ ഏതാണ്ട് 8 സാക്ഷികളുണ്ട്. 8 സാക്ഷികൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നമുക്ക് 8 സാക്ഷികളാണ്. എവിടെ പോയാലും, ഒരു കടയിൽ പോയാൽ കാണാം, ഇവിടെ CCTV വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജാഗരൂകരാകണം, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആ ബോട്ട് കാണുമ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് നമ്മുടെ മുഖിയൊന്ന് ചീടി ഒതുക്കും. ഒന്നുമല്ലെങ്കിൽ ക്യാമറയിൽ കാണുമ്പോൾ ഒന്ന് കാണുന്നതിനൊരു ഭംഗി വേണ്ടേ? മുണ്ട് നന്നായിട്ടെടുത്ത് മുഖമൊന്ന് ചീടി ഒതുക്കിയിട്ടൊരു കേവലം ഒരു CCTVയുടെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോൾ ആ സമയത്തൊന്ന് ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യ, നിങ്ങളെ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ വെച്ചിരിക്കുന്നത് 2 ക്യാമറയല്ല, 8ഓളം ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് നമ്മൾ നടക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടായാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പിന്നെ ഏത് ബോധ്യമാവേണ്ടത്? നമ്മുടെ 8 സാക്ഷികൾ ഏതെന്നറിയോ? അതിലൊന്നാമത്തേത് ഇത് യതലഖൽ മുത്തലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. 8 സാക്ഷ്യം പറയട്ടെ, 8 സാക്ഷ്യം പറഞ്ഞേരട്ടെ. നിങ്ങളെന്തോ ഒരു സഹരണയില്ലാത്ത എന്റെ വകയല്ല, ഖുർആൻ ഈ പറയുന്ന എല്ലാം ഖുർആന്റെ ആയത്താണ്. നമ്മൾ സ്വയം അലർട്ടാവുക എന്നതിനേക്കാൾ അപ്പുറം മറ്റുള്ളവനല്ലല്ലോ നമ്മൾ നോക്കണ്ടേ. നമ്മൾ സ്വയം ആദ്യം ഞാൻ എന്നെ, പിന്നെ നിങ്ങൾ നിന്നെ. മനുഷ്യ, നിനക്കൊരു ബോധമില്ലേ? ആര് മറച്ചു വെച്ചാലും, ആരുടെ മുമ്പിൽ ഒളിച്ചു വെച്ചാലും, ആർക്കും ഒരിക്കലും ഒളിക്കാൻ കഴിയാത്ത, മറച്ചു വെക്കാൻ കഴിയാത്ത 2 ക്യാമറ നിന്റെ 2 തോളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. സൂറത്തുൽ കാഫിർ യതലക്കൽ മുത്തലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും നിന്റെ 2 തോളിലില്ലയോ? മക്കളെ കുറിച്ച് ഖുർആൻ പറയുന്ന പ്രയോഗം എന്നല്ല, ഇരിക്കുന്നവനെന്നല്ല. നമ്മൾ പറയും റഖീബും അതീദും ഇരിക്കുന്നു എന്നല്ലേ. ഖുർആന്റെ പ്രയോഗം ഖഈദുൻ, ലപ്തപ്രതിഷ്ഠ നേടിയ ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്തും ഇളക്കി മാറ്റാൻ കഴിയാത്ത വിധം ലപ്തപ്രതിഷ്ഠ നേടിയ ആളാ. നമുക്ക് ആ ബോധ്യം തരട്ടെ. മാ യൽഫിലു മിൻ ഖൗലിൻ, മാ യൽഫിലു
മിൻ ഖൗലിൻ, ഒരു വാക്ക്, ഖൗൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് അവരെഴുതാതെ നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നീ എഴുതിയില്ല, പക്ഷേ ആരെഴുതിയിട്ടുണ്ട്? അവരെഴുതിയിട്ടുണ്ട്. പടച്ചോനെ ഞാൻ കണക്ക് എഴുതിയില്ല, മലക്ക് എഴുതിയിട്ടുണ്ടെന്ന്. നീ ഒന്ന് വിട്ടുപോയി, പക്ഷെ പടച്ചോന്റെ ലിസ്റ്റിൽ അത് വിട്ടുപോകും ഇല്ല. ആ ബോധ്യമാണ് ഒരു മനുഷ്യനെ ഹറാമും ഹലാലും വേർതിരിക്കുന്നത്. ഞാൻ വിട്ടുപോയാലും എന്റെ മഹസറിൽ അത് വിട്ടുപോയി. രണ്ടായ ക്യാമറ, രണ്ടായ മൂന്നാമത്തേതോ യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. സഹോദരാ, ഇതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് കിടന്നാൽ ഉറക്കം പോലും വരില്ല. രാവിന്റെയും പകലിന്റെയും പ്രത്യേക മലക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം നോക്കുന്ന ഒരാളുണ്ട്. അതുപോലെ ഡേ ഡ്യൂട്ടി ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. സുബഹിക്ക് വന്നിട്ട് മഗ്‌രിബിന് തിരിച്ചു പോകുന്ന മലക്കുകൾ അതുവരെയുള്ളത് കർമ്മം രേഖപ്പെടുത്തുന്നുണ്ട്. മഗ്‌രിബ് കഴിഞ്ഞു വരുന്ന മലക്കുകൾ പിന്നീട് സുബഹി വരെയുള്ളത് രേഖപ്പെടുത്തുന്നുണ്ട്. രാവിലും പകലും നിന്റെ കർമ്മങ്ങളെ രേഖപ്പെടുത്താൻ രണ്ട് വിഭാഗം മലക്കുകളെ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 4 സാക്ഷികളായോ, ഇനി അഞ്ചാമത്തേത് വൽ മലായികത്തു യശ്ഹദൂൻ. ഇതിനെ എല്ലാം നിയന്ത്രിക്കാൻ പൊതുവിൽ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളുണ്ട്. 5ആയോ. 6ാമത്തേത് ഏതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? 6ാമത്തെ സാക്ഷി മറ്റാരുമല്ല, യൗമഇദിന തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു അടുത്ത സാക്ഷികളായി വെച്ചിരിക്കുന്ന നമ്മുടെ കൈകളെയും നമ്മുടെ കാലുകളെയും നമ്മുടെ നാവുകളെയും. ഒന്ന് നിന്റെ കൈയാണ്, യൗമഇദിൻ തശ്ഹദു. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി. അന്നത്തെ സാക്ഷി അൽസിനത്തുഹും, നിന്റെ നാവ്, ചീത്ത പറഞ്ഞ നാവ്, തെറി പറഞ്ഞ നാവ്, ഒരാളെ കുറിച്ച് അനാവശ്യമായി പറഞ്ഞ നാവ് അടുത്ത സാക്ഷിയാണ്. വഅയ്ദീഹിം, നിന്റെ കൈകളുണ്ടല്ലോ, ആ കൈകൾ കൊണ്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ എഴുതാത്തതുണ്ട്, എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ട്. സഹോദരാ, അതൊന്നും പടച്ചവന്റെ മുമ്പിൽ ഒളിക്കാൻ കഴിയില്ലല്ലോ. ആ പടച്ചവന്റെ മുമ്പിൽ കൃത്യമായി നീ അതിനെ എഴുതപ്പെടുന്ന നിന്റെ ഈ വിരലുകൾ സാക്ഷി നിൽക്കും. വാർജുലുഹും, നിന്റെ കാലുകൾ സാക്ഷി നിൽക്കും. ആ സാക്ഷികളുടെ വിചാരണയും നടക്കുന്നുണ്ട്. അല്ലോ മനഖതിമു അലാ അഫ്വാഹിഹിം വതകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലോ അന്നേ ദിവസം നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായുകൾ ഞാൻ സീൽ വെക്കും. വതകല്ലിമുനാ അയ്ദീഹിം, അവരുടെ കൈകൾ എഴുന്നേറ്റ് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി നൽകും. ബിമാ കാനൂ യക്സിബൂൻ, അവര് ചെയ്തതെല്ലാം പടച്ചവന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന ദിവസമുണ്ട്. ആരുടെ മുമ്പിലും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ കുടുംബത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ, അത് നാളെ പടച്ചവന്റെ മുമ്പിൽ എന്റെ കൈകൾ സാക്ഷി നിന്ന് പറയും. എന്റെ ഭാര്യ കാരണമായി ഞാൻ മർദ്ദിച്ചിട്ടുണ്ടോ, അവളെ ഞാൻ അടിച്ചിട്ടുണ്ടോ, ഈ കൈ കൊണ്ട് ഞാനൊരു നിരപരാധിയുടെ മുഖത്തടിച്ചിട്ടുണ്ടോ, പടച്ചവന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞേ മതിയാവൂ. അവയവങ്ങൾ ചെയ്തതിനെ കുറിച്ച് പടച്ചവന്റെ മുമ്പിൽ പറയണം. സഹോദരാ, അതിൽ നിന്ന് ആർക്കാണ് മാറി നിൽക്കാൻ കഴിയുക? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചവന്റെ മുമ്പിൽ പറയേണ്ടതില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസൂലു ഖദമ അബ്ദിന് ഹത്താ യുസ്അല അൻ അർബ. 4 ചോദ്യത്തിന് മറുപടി പറയാതെ ഒരു മനുഷ്യന്റെ കാലെടുത്തു മാറ്റാൻ സാധ്യമല്ല. ലാ യസൂലു ഖദമ അബ്ദിൻ, ഒരു കാലം എന്നല്ല 2 കാലും. ഖദമ ഒരു കാല് മാറ്റുന്ന എങ്ങനെ?
2 കാലം നിന്നിട്ട് സമാധാനം പറയണം. നിന്റെ ആയുസ്സെന്തിനെ ചെലവഴിച്ചു, നിനക്ക് കിട്ടിയ ഇൽമെന്തിനെ ചെലവഴിച്ചു. അടുത്തത് നിന്റെ സമ്പാദ്യത്തെ കുറിച്ചാണ്. ഏത് ചോദ്യവും ശ്രദ്ധിച്ചു കേട്ടോളീന്. ആയുസ്സിനെ കുറിച്ച് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെ ചെലവഴിച്ചു. ഇൽമിനെ കുറിച്ച് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെ കൈകാര്യം ചെയ്തു. പക്ഷേ 3ാമത്തെ ചോദ്യം നിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്തിന് മാത്രം 2 ചോദ്യമാണ്. എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു. സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ 2 ചോദ്യമാണ്. ആയുസിന്റെ കാര്യത്തിൽ ഒറ്റ ചോദ്യം. നമ്മൾ കേട്ടിട്ട് വേണം ഗൗരവത്തോടെ സമയം. ഇത് എന്താണിത്, എവിടെ നിന്നാണ് നീ ഇത് ഉണ്ടാക്കിയത്? മറ്റൊരാളെ കബളിപ്പിച്ചതാണോ, വേറൊരാളെ പറ്റിച്ചതാണോ, അതല്ല കള്ളക്കച്ചവടം നടത്തിയതാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. മഹാന്മാര് നമ്മളോട് പറയുന്നത്, ഒരു സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന, പൊതുമുതല് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നീ നിന്റെ വീട്ടിൽ നിന്നും നീ നിന്റെ പള്ളിയിൽ വന്നു. ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ വേണ്ടി ഒതു എടുത്ത് നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ സമയത്ത് ഒതുവെടുത്ത പടച്ചവനെ നിസ്കരിക്കാൻ ഒതുവെടുത്ത വെള്ളത്തിന്റെ നനവ് കാലിലുണ്ടെന്നിരിക്കെ ആ കാല് നീ പള്ളിയുടെ മുറ്റത്ത് ചവിട്ടി, ആ മുറ്റത്ത് ചവിട്ടിയ കാലിൽ നിന്ന് പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്ന മണൽത്തരി നിന്റെ കാലിൽ പറ്റിപ്പിടിക്കുകയോ ചെരുപ്പിന്റെ അടിയിൽ പറ്റിപ്പിടിക്കുകയോ ചെയ്യുകയും അത് നടന്ന് നിന്റെ വീട്ടിലെത്തിയിട്ട് ആ ചെരുപ്പൂരുന്ന സമയത്ത് പള്ളിയുടെ മുറ്റത്തെ മണൽത്തരി നിന്റെ വീടിന്റെ മുറ്റത്ത് വീണാൽ പടച്ചവനോട് നീ അതിനെക്കുറിച്ച് സത്യം സമാധാനം പറയേണ്ടി വരുമെന്ന് ഉലമാക്കൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ചെറിയ നിസ്സാര കാര്യമല്ല. ഞാൻ വളരെ സ്നേഹത്തോടെ സഹോദരാ ബുദ്ധിയോടെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരാ, ഇതൊന്നും നിസ്സാരമല്ല. കാലിൽ പറ്റിയ, മനസ്സിലായില്ലേ, നനവില് പറ്റിയ മണൽത്തരി, പള്ളിയുടെ മണൽത്തരി, വഖഫിന്റെ മണൽത്തരി നിന്റെ വീട്ടിലെത്തിയാൽ അക്കാര്യത്തിൽ നീ പടച്ചവനോട് സമാധാനം പറയണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പടച്ചവനെ പേടിച്ച് കൈകാര്യം ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്രമേൽ ബോധമുള്ളതാണിത്, അത്രമേൽ ബോധ്യമുള്ളതാണിത്. ഇത് അവരുടെ മുമ്പിൽ മറക്കാൻ കഴിയില്ലല്ലോ. 7ാമത്തെ സാക്ഷി ഏതെന്നറിയോ? ആ 7ാമത്തെ സാക്ഷിയാണ് നീ തന്നെയാണ്, നിന്റെ സാക്ഷി. 7ാമത്തെ സാക്ഷി, ആ സാക്ഷി 7ാമത്തെ സാക്ഷി നീ തെറ്റ് ചെയ്യുന്ന ഭൂമിയുണ്ടല്ലോ, യൗമൈദിന തുഹദ്ദിഥു അഖ്ബാറഹാ. എവിടെ വെച്ചാണോ തെറ്റ് ചെയ്തത്, എവിടെ വെച്ചാണോ വ്യഭിചരിച്ചത്, എവിടെ വെച്ചാണോ മദ്യപിച്ചത്, പാതിരാവിന് നിശബ്ദത, ആരും അറിയാതെ ഇന്റർസ്റ്റേറ്റിന്റെ അപ്പുറത്ത് ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു ഇരുട്ടിന്റെ ഉള്ളില് ലോഡ് കയറ്റാൻ പോയപ്പോ നാഷണൽ പെർമിറ്റ് ലോറിയുടെ അടിയിലിരുന്നിട്ട് തണ്ണിയടിച്ചത്. പടച്ചവനെ, ആ സ്ഥലം നിനക്ക് നേരെ നാളെ പരലോകത്ത് സാക്ഷി നിൽക്കും, ആരും അറിഞ്ഞിട്ടില്ല. ഓടി വരുന്നതിന്റെ ഇടയിലെ കെട്ടിളകിയും പോയി. ഇതേവരെ നിങ്ങൾക്കതിന് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ യൗമൈദിന തുഹദ്ദിഥു അഖ്ബാറഹാ, നാളെ പരലോകത്ത് നീ തെറ്റ് ചെയ്യാൻ സാക്ഷി നിന്ന ഭൂമി പടച്ചവന്റെ മുമ്പിലെ സാക്ഷിയാണത്രേ. എട്ടാമത്തെ സാക്ഷി നമ്മൾ തന്നെ. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറാ. മനുഷ്യൻ തന്നെ പറയും, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു റബ്ബേ. പ്രതി തന്നെ കുറ്റം സമ്മതിച്ചാ പിന്നെ പ്രശ്നമുണ്ടാ? പ്രതി എന്നെ എന്ത് ചെയ്ത്? ഞാൻ കുറ്റം ചെയ്തു എന്ന് പ്രതി എന്നെ സമ്മതിച്ചേ പറ്റൂ. എല്ലാം റെക്കോർഡാണ് അവിടെ. അവിടെ പിന്നെ ആരെയും മറക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പ്രതി തന്നെ എന്ത് ചെയ്യണം? പ്രതി തന്നെ കുറ്റം സമ്മതിക്കണം. സമ്മതിച്ചേ മതിയാവൂ. അന്നേ ദിവസം നമ്മുടെ കൈകൾ സംസാരിക്കുമത്രേ, കാലുകൾ സംസാരിക്കുമത്രേ, നാവ് സംസാരിക്കുമത്രേ. ആ സമയത്ത് നമ്മൾ കൈകളോട് പറയും, കൈകളെ നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ സാക്ഷി നൽകിയത്? ലിമ ശഹിദ്തും അലൈനാ
അലൈനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടുകൂടി സൂറത്തു ഹാമീം സദറയിൽ അല്ലാഹു പറയുകയാണ്, നമ്മൾ ചോദിക്കുമത്രേ, അഹ്മദ് കബീർ ചോദിക്കും, ലിജുലൂദിഹിം, നമ്മുടെ തൊലികളോട്, അവയവങ്ങളോട്, ലിമ ശഹിത്തും അലൈനാ, എന്തിനാണ് എനിക്കെതിരെ സാക്ഷി നിൽക്കുന്നത്? കൈകളെ മൈലാഞ്ചി വെച്ച് ചുമപ്പിച്ച്, ക്യൂടെക്സ് ചുമപ്പിച്ച്, ഒരു പെരുന്നാൾ, ഒരു കല്യാണത്തിനാണ് ആ ക്യൂടെക്സ് പോകൂന്ന് കരുതിയിട്ടല്ലേ ഒതുവെടുക്കാറ് നിസ്കാരം കളാക്കിയത്. നഖം വെട്ടി നന്നായി പെഡിക്യൂറും മിനിക്യൂറും ചെയ്ത് നിന്നെ മിനിക്ക് നടന്ന എനിക്കെതിരെ നീ തിരിയുന്നോ? കൈകളെ. കാലുകളോട് ചോദിക്കും, കാലുകളെ, എത്ര മനോഹരമായി നിന്നെ ഞാൻ പരിപാലിച്ച് നടന്നതാണ്, എനിക്കെതിരെ നീ ഇന്ന് തിരിഞ്ഞു നിന്നല്ലോ. വഖാലൂലി ജുദൂദിഹിം ലിമ ശഹിത്തും അലൈനാ. ആരാണ് നിങ്ങൾക്ക് ഇതിന് സംവിധാനം ചെയ്തത്? ആ സമയത്ത് ആ കൈകളും കാലുകളും നമ്മോട് മറുപടി പറയും, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. സർവ്വ വസ്തുക്കൾക്കും സംസാരിക്കാൻ കഴിവ് കൊടുത്ത റബ്ബാണ് ഞങ്ങൾക്കും ഇന്ന് സംസാരിക്കാൻ തന്നതെന്ന്. അതുകൊണ്ട് സഹോദരാ, സഹോദരി, ഈ മുഴുവൻ സാക്ഷികളെയും മറികടക്കാൻ നമുക്ക് കഴിയോ? 9ാമതൊരു സാക്ഷിയുണ്ട്. ആ സാക്ഷിയാണ് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ കള്ളനോട്ടത്തെ പോലും തിരിച്ചറിയുന്ന അല്ലാഹ്. ആ ജഡ്ജി തന്നെ സാക്ഷിയാണെങ്കിലോ, വിധി തീർപ്പിക്കാൻ പോകുന്ന ജഡ്ജി തന്നെ തെറ്റുകളെല്ലാം കണ്ടതാണെങ്കിലോ, അല്ലാഹു നമുക്ക് ബോധ്യം തരട്ടെ.